അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിന്റെ 96-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. അൽ മംനൂഉ മിനസ് സർഫി ലിസിഅത്തി മുൻതഹൽ ജുമൂഇ ഔ അലിഫ് തഅനീസി. സ്ത്രീലിംഗത്തിന്റെ അലിഫിന്റെയും സിഅത്ത് മുൻതഹൽ ജുമൂഇ അല്ലെങ്കിൽ മുൻതഹൽ ജുമൂഇന്റെയും എല്ലാം മംനൂഉ മിനസ് സർഫാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. ആദ്യമായി ഖായിദയിലേക്ക് നമുക്ക് കടക്കാം. യുംനഉൽ ഇസ്മു മിനസ് സർഫി വയുജറു ബിൽ ഫതഹത്തി നിയാബത്തൻ അനിൽ കസ്റത്തി. ഇസ്മിന് നാമത്തിന് തൻവീൻ വിലക്കപ്പെടുകയും കസ്റിന് പകരം ഫതഹത്ത് കൊണ്ട് ജർ നൽകപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങൾ ഏതൊക്കെയാണ്? ഇദാ കാന അലാ സിഅത്തി മുൻതഹൽ ജുമൂഅ്, സിഅത്ത് മുൻതഹൽ ജുമൂഅ് രൂപത്തിലുള്ള നാമങ്ങൾക്ക് മംനൂഉ മിനസ് സർഫാണ്. ഇദാ കാന മഖ്തൂമൻ ബി അലിഫി തഅനീസിൽ മംദൂദത്തി, അലിഫ് തഅനീസിൽ മംദൂദയിൽ അവസാനിക്കുന്ന നാമങ്ങൾ സ്ത്രീലിംഗ ദീർഘ അലിഫ് തഅനീസിൽ മംദൂദ, സ്ത്രീലിംഗത്തിന്റെ ദീർഘ അലിഫിൽ അവസാനിക്കുന്ന നാമങ്ങൾ മംനൂഉ മിനസ് സർഫാണ്. അവക്ക് തൻവീൻ ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ കസ്റിന് പകരമായി ഫതഹത്ത് കൊണ്ടായിരിക്കും ജർ നൽകപ്പെടുക. ഇദാ കാന മഖ്തൂമൻ ബി അലിഫി തഅനീസിൽ മക്സൂറ, സ്ത്രീലിംഗത്തെ കുറിക്കുന്ന ഹ്രസ്വമായ ഹ്രസ്വമായ അലിഫിൽ അവസാനിക്കുന്ന നാമങ്ങളും മംനൂഉ മിനസ് സർഫിൽപ്പെട്ടതാണ്. അവക്കും തൻവീൻ ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ കസ്റിന് പകരമായി കൊണ്ട് ഫതഹത്ത് കൊണ്ടായിരിക്കും ജർ നൽകപ്പെടുക. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. 12 ഉദാഹരണങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ഉൻഷിഅത്ത് മദാരിസു, സ്കൂളുകൾ നിർമ്മിക്കപ്പെട്ടു. മദ്റസത്തുൻ എന്നുള്ളതിന്റെ ജംആണ് മദാരിസു, സ്കൂളുകൾ വിദ്യാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഷാഹദ്തു മദാരിസ, ഷാഹദ്തു ഞാൻ കണ്ടു, മദാരിസ വിദ്യാലയങ്ങളെ സ്കൂളുകളെ. തഅല്ലംതു ഫി മദാരിസ, ഞാൻ പഠിച്ചു, ഫി മദാരിസ സ്കൂളുകളിൽ, കുറെ വിദ്യാലയങ്ങളിൽ ഞാൻ പഠിച്ചു. ഹാദിഹി അസാഫീറു, ഇത് കുരുവികളാണ്, ഇത് കിളികളാണ്. ലാ തൽഅബ് ബി അസാഫീറ, ലാ തൽഅബ് നീ കളിക്കരുത്, ബി അസാഫീറ കിളികളെ കൊണ്ട്, കുരുവികളെ കൊണ്ട് നീ കളിക്കരുത്. അത്ലഖ്തു അസാഫീറ, കുരുവികളെ ഞാൻ മോചിപ്പിച്ചു, ഞാൻ വിട്ടയച്ചു. ഹാദിഹി സഹ്റാഉ, ഇത് മരുഭൂമിയാണ്. ഹാദിഹി സഹ്റാഉ, ഇത് മരുഭൂമിയാണ്. ഇഖ്തറഖ്തു സഹ്റാഅ, ഞാൻ മരുഭൂമി താണ്ടിക്കടന്നു. യമുറു ൽ ജമലു, ഒട്ടകം സഞ്ചരിക്കുന്നു. ഫി സഹ്റാഅ, മരുഭൂമിയിൽ. മാ റഅയ്തു നുഅമ കസ്സിഹത്തി, ആരോഗ്യത്തെ പോലെയുള്ള ഒരു അനുഗ്രഹങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. നുഅമ അനുഗ്രഹങ്ങൾ, കസ്സിഹത്തി ആരോഗ്യത്തെ പോലെ, മാ റഅയ്തു ഞാൻ കണ്ടിട്ടില്ല. അൽ വലദുൻ നജീബു, സമർത്ഥനായ ഒരു വിദ്യാർത്ഥി, സമർത്ഥനായ ആൺകുട്ടി. നുഅമ ഒരു അനുഗ്രഹമാണ്. ഖാബിലിൻ നഅമത ബിനുഅമ, അനുഗ്രഹങ്ങളെ സന്തോഷം കൊണ്ട് നീ അഭിമുഖീകരിക്ക്. ഇത്തരത്തിൽ 12 ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണങ്ങളിൽ അടിവരയിട്ട മദാരിസു, അസാഫീറു, സഹ്റാഉ, നുഅമ എന്നീ പദങ്ങൾ നാം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഇവക്ക് തൻവീൻ നമുക്ക് കാണുന്നില്ല. അതുപോലെ തന്നെ ഇവക്ക് റഫ് നൽകുന്നത് ദമ്മത്ത് കൊണ്ടും അതുപോലെ ജറും നസ്ബും നൽകപ്പെട്ടത് ഫതഹത്ത് കൊണ്ടുമാണ് എന്ന് നമുക്ക് കാണാം. ഉൻഷിഅത്ത് മദാരിസു, റഫ് നൽകിയത് ദമ്മത്ത് കൊണ്ടാണ്. മദാരിസു. ഷഹത്തു മദാരിസ, അവിടെ നസ്ബാണ്, നസ്ബ് നൽകിയത് ഫതഹത്ത് കൊണ്ടാണ്. തഅല്ലംതു ഫി മദാരി സി എന്ന് പറയാതെ ഫി മദാരിസ എന്നാണ് പറഞ്ഞത്. കസ്റിന് പകരമാക്കി കൊണ്ട് ഫതഹത്ത് കൊണ്ടാണ് അവിടെ ജർ നൽകപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലാണ് എല്ലാ ഉദാഹരണങ്ങളിലും അസാഫീറു, സഹ്റാഉ, നുഅമ എന്നീ പദങ്ങൾ. ആദ്യത്തെ 6 ഉദാഹരണങ്ങൾ നാം എടുത്തു പരിശോധിക്കുകയാണ് എങ്കിൽ ഉൻഷിഅത്ത് മദാരിസു, ഷാഹദ്തു മദാരിസ, തഅല്ലംതു ഫി മദാരിസ. ഇതിലെ മദാരിസു, മദാരിസ എന്നീ
പദങ്ങൾ സിയാത്തു മുൻതഹൽ ജുമൂഅ് വിഭാഗത്തിൽപ്പെട്ട ജമ്മു തക്സീറാണ്. ഒരലിഫും തുടർന്ന് രണ്ടക്ഷരവുമുള്ള ജമ്മു തക്സീർ രൂപത്തിലാണ്. മഫായിൽ വസനിൽ വരുന്ന പദമാണ് മദാരിസു. ജമ്മു തക്സീറാണ് മദാരിസു. അതുകൊണ്ട് തന്നെ അത് സിയാത്തു മുൻതഹൽ ജുമൂഇൽപ്പെട്ട ഒരു പദമാണ്. മഫായിൽ വസനിൽ വരുന്ന മസാജിദു, ഫനാദിഖു, മക്കാത്തിബു പോലെ. മസാജിദു പള്ളികൾ, ഫനാദിഖു ഹോട്ടലുകൾ, മക്കാത്തിബു ഓഫീസുകൾ. ഇവ മംനൂ മിന സർഫിൽപ്പെട്ട ഒരു പദമാണ്. അതുപോലെ തന്നെ ഹാദിഹി അസാഫീറു, അസാഫീറു എന്നുള്ള പദം ഒരലിഫും തുടർന്ന് മൂന്നക്ഷരവും വരുന്ന ജമ്മു തക്സീർ രൂപമാണ്. മഫായിലു വസനിൽ വരുന്ന ജമ്മു തക്സീറാണ്. മനാദീലു തുവാലകൾ, മഫാത്തീഹു ചാവികൾ, ഫനാജീനു കോപ്പകൾ, ചഷകങ്ങൾ, ഫിൻജാൻ ജമ്മു ഫനാജീൻ. ഇത്തരത്തിൽ അതുപോലെ തന്നെ സിയാത്തു മുൻതഹൽ ജുമൂഇൽ പെട്ട മറ്റൊരു വിഭാഗമാണ് അഫ്ഇലാഉ വസനിൽപ്പെട്ട അസ്തിഖാഉ കൂട്ടുകാർ, അഗ്നിയാഉ സമ്പന്നർ, അഖ്വിയാഉ ശക്തരായ ആളുകൾ. ഫുഅലാഉ വസനിൽപ്പെട്ട ഇതും സിയാത്തു മുൻതഹൽ ജുമൂഇൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വസനാണ് ഫുഅലാഉ. ഫുഖറാഉ ദരിദ്രന്മാർ, സുമലാഉ കൂട്ടുകാർ, വുസറാഉ മന്ത്രിമാർ. ഇത്തരത്തിലുള്ള ഈ പദങ്ങളെല്ലാം സിയാത്തു മുൻതഹൽ ജുമൂഇൽപ്പെട്ട മംനൂ മിന സർഫായ പദങ്ങളാണ്. ഇവക്ക് ഒരിക്കലും തൻവീൻ ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഇവ ജർറ് നൽകപ്പെടുക കസ്റിന് പകരമായി കൊണ്ട് ഫതഹത്ത് കൊണ്ടും ആയിരിക്കും. മൂന്നാമത്തെ ഉദാഹരണത്തിൽ തഅല്ലംതു ഫി മദാരി സി എന്ന് പറയാതെ മദാരിസ എന്നാണ് പറഞ്ഞത്. കസ്റിന് പകരം ഫതഹത്ത് കൊണ്ടാണ് ജർറ് നൽകപ്പെട്ടത്. ഫി മദാരി സ അത്ലഖ്തു അസാഫീറ ലാ തൽഅബ് ബി അസാഫീറ ബി അസാഫീരി എന്ന് പറയാതെ കസ്റിന് പകരമായി ഫതഹത്ത് കൊണ്ടാണ് ജർറ് നൽകപ്പെട്ടത്. ബി അസാഫീറ ബി. അഞ്ചാം ഉദാഹരണത്തിൽ ലാ തൽഅബ് ബി അസാഫീറ എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള സിയാത്തു മുൻതഹൽ ജുമൂഇന്റെ വിഭാഗത്തിൽപ്പെട്ട പദങ്ങളെല്ലാം മംനൂ മിന സർഫാണ്. 7, 8, 9 ഉദാഹരണങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ഹാദിഹി സുഹറാഉ അഖറഖ്തു സുഹറാഅ യമുറുൽ ജമലു ഫി സുഹറാഅ. സുഹറാഉ എന്ന പദം അലിഫു തഅനീസിൽ മംദൂദയാണ് എന്ന് നമുക്കറിയാം. അവസാനത്തിൽ ദീർഘസ്വരമുള്ള അലിഫും ഹംസയും വരുമ്പോൾ ഇത്തരത്തിലുള്ള നാമങ്ങളാണ് അലിഫു തഅനീസിൽ മംദൂദ എന്ന് നാം മുൻപുള്ള പാഠത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. ഹാദിഹി സുഹറാ ഉൻ എന്ന് പറയാതെ സുഹറാ ഉ, അവിടെയുള്ള തൻവീൻ കളഞ്ഞു. മംനൂ മിന സർഫിൽപ്പെട്ട പദമായതുകൊണ്ട് തന്നെ സുഹറാ ഉ എന്നേ പറഞ്ഞിട്ടുള്ളൂ, തൻവീൻ ഇല്ല. അഖ്റഖ്തു സുഹറാ അൻ എന്ന് പറയാതെ സുഹറാ അ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അവിടെയും തൻവീൻ ഇല്ല. നസ്ബ് നൽകപ്പെടുന്നത് ഫതഹത്ത് കൊണ്ടാണ്. ഹാദിഹി സുഹറാ ഉ, അവിടെ റഫ് നൽകപ്പെട്ടത് ലമ്മത്ത് കൊണ്ടും. എന്നാൽ 9ാം ഉദാഹരണത്തിലെ യമുറുൽ ജമലു ഫി സുഹറാ ഇ എന്ന് പറയാതെ ഫി സുഹറാ അ എന്നാണ് പറഞ്ഞത്. ഫി ഹർഫ് ജറാണ് നമുക്കറിയാം. ശേഷം വന്ന പദം മജ്റൂറാക്കേണ്ടതുണ്ട്. സുഹറാ അ എന്നാണ് പറഞ്ഞത്, ഇ എന്ന് പറയാതെ. കാരണം അത് മംനൂ മിന സർഫ് ആയതുകൊണ്ടാണ്. മംനൂ മിന സർഫിന് ജറ് നൽകപ്പെടുക കസ്റിന് പകരമായി ഫതഹത്ത് കൊണ്ടാണ്. സുഹറാ അ എന്നാണ് പറയുക. അലിഫുൽ തഅനീസിൽ മംദൂദയിൽ അവസാനിക്കുന്ന നാമങ്ങൾ മംനൂ മിന സർഫാണ്. അവക്ക് തൻവീൻ ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ അവ ജറ് നൽകപ്പെടുക ഫതഹത്ത് കൊണ്ടും ആയിരിക്കും. 10, 11, 12 ഉദാഹരണങ്ങൾ. മാ റഅയ്തു നുഅമാ കസ്സിഹത്തി അൽ വലദു നജീബു നുഅമാ ഖാബിലിൻ നഅമത ബിനുഅമാ. ഈ ഉദാഹരണങ്ങളിലെ നുഅമ എന്ന പദം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് അലിഫ് തഅനീസിൽ മക്സൂറയാണ്. അലിഫ് നുഅമ, നുഅമൻ എന്ന് പറഞ്ഞിട്ടില്ല. അൽ വലദു നജീബു നുഅമൻ എന്ന് പറഞ്ഞിട്ടില്ല. ഖാബിലിൻ നഅമത ബി നുഅമ എന്ന് തന്നെയാണ് പറഞ്ഞത്. അലിഫ് തഅനീസിൽ മക്സൂറയിൽ അവസാനിക്കുന്ന
പദങ്ങളും മംനൂ മിനൽ സർഫിൽപ്പെട്ട പദങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവക്ക് ഒരിക്കലും തൻവീൻ ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ അവക്ക് ജറ് നൽകപ്പെടുക കസ്റിന് പകരമായി കൊണ്ട് ഫതഹത്ത് കൊണ്ടായിരിക്കും ജറ് നൽകപ്പെടുക എന്നാണ് നാം ഈ പാഠത്തിൽ പഠിച്ചത്. Thanks for watching my video. See me with the next video. Akhukumul Kareem Shahid Mohsin min Bilad Qatar.